അങ്ങയുടെ മുൻപിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ചോദ്യം നമ്മുടെ വനത്തിൻ്റെ ഈ ഏരിയ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. എങ്ങനെ സംരക്ഷിക്കും എന്നുള്ള അതൊക്കെ ഒരു വലിയ ഭാരിച്ച പ്രശ്നമാണല്ലോ. അല്ല, ഞാൻ ഇന്ന് ഇന്നിപ്പം സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. പക്ഷെ എൻ്റെ അറിവ് വെച്ച് ഞാൻ പറയാം, കേരളത്തിൽ വനത്തിൻ്റെ ഏരിയ കുറയുന്നത് തെറ്റായ അറിവ് പ്രചരണമാണ്. അങ്ങനല്ല ഇതുള്ളത്. ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, വനം കയ്യേറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയുള്ള ഒരു ഇതുമില്ല. നാഷണൽ ആവറേജ് 20% ആവശ്യമുള്ളിടത്ത് 29% വനം മാത്രമുണ്ട്. ഗ്രീൻ കനോപ്പി പ്ലാന്റേഷൻ്റെയും കൂടെ നോക്കിക്കഴിഞ്ഞാൽ 42 or 43% ഗ്രീൻ ഇതുള്ളതാണ്. അന്നേരം ഇത് പരിശോധിക്കേണ്ട, ആരാണ് ഇങ്ങനെ പ്രചരണം കൊടുക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതാണ്. ഒരു കാരണവശാലും ഇവിടെ വനത്തിൻ്റെ വിസ്തീർണം കുറയുന്നില്ല, ഒരു കയ്യേറ്റവും നടക്കുന്നില്ല. സ്വാഭാവികം മലയോര കർഷകരും അതിൻ്റെ പരിസരത്ത് പോയി ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് പരിശോധിക്കേണ്ടതാണ്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങേക്ക് എല്ലാവിധമായ ഐശ്വര്യങ്ങളും, കാരണം 1 മണിക്കൂറേ ഉറങ്ങിയുള്ളൂ, ബാക്കിയോട് ഉറങ്ങാനുണ്ടല്ലോ. നല്ല നിദ്ര ഞാൻ ആശംസിക്കുന്നു. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.